വീഴ്ചകളിൽ വിത്താവുക. നല്ല മണ്ണിനൊരു ഗുണമുണ്ട്. തന്നിലേക്ക് വന്നു വീഴുന്ന എല്ലാ നല്ല വിത്തിനെയും മെച്ചപ്പെട്ട നിലവാരത്തിലാക്കി തിരിച്ചു നൽകുന്ന സ്വഭാവം. ഒരു തണൽ മരമോ ഒരു പഴച്ചെടിയോ ഔഷധ മൂല്യമുള്ള ചെടിയോ ഒക്കെയായി വിത്ത് മാറിയേക്കാം. മണ്ണൊരു വിത്തിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ ശ്രമിക്കുകയല്ല, മറിച്ച് ആ വിത്തിന്റെ ജന്മലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. മണ്ണിലേക്ക് എത്തണമെങ്കിൽ വിത്തിന് പലതും വിടേണ്ടി വരും. അതിനായി നേരിടേണ്ടി വരുന്ന കാറും കോളും മഴയും ഒക്കെ തന്റെ അവസാനമാണെന്ന് വിത്ത് ചിന്തിക്കാം. എന്നാൽ വാസ്തവം അതല്ല. അടുത്ത തലത്തിലേക്ക് അതിനെ എത്തിക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കുന്ന പദ്ധതികളാണ് അതെല്ലാം. വിത്തിന് അതുവരെയുള്ള ബന്ധങ്ങളെല്ലാം വിടേണ്ടി വരും. തന്റെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന നിലവാരത്തിൽ നിന്നും താണ നിലവാരത്തിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന മണ്ണിലേക്ക് പതിക്കേണ്ടി വരും. മാത്രവുമല്ല, കുറേ കാലം ആ മണ്ണിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടതായും വരും. അതുവരെയുള്ള ജീവിതത്തിന്റെ തിളക്കവും ആകർഷണവും ഒക്കെ നഷ്ടമാകും. എന്നാൽ ഇതൊന്നും ഒരിക്കലും നഷ്ടമാകുന്നതുമില്ല. മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചകളും നഷ്ടങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ അതൊക്കെ അവസാനമായി തോന്നിയേക്കാം. കുറേ കാലം അതിനകത്ത് അകപ്പെട്ടു പോയി കിടന്നേക്കാം, പരിഹാസപാത്രമായേക്കാം. എന്നാൽ എല്ലാ കാലവും അതിനെ അങ്ങനെ തന്നെ തളച്ചിടുവാൻ പ്രകൃതിക്ക് പോലും കഴിയുകയില്ല. കാരണം അതിന്റെ പുറമേ അല്ല, ഉള്ളിലാണ് അതിന്റെ ജീവൻ എന്നുള്ളത് അത്രേ. മാത്രവുമല്ല, അതിന്റെ മണ്ണിലേക്കുള്ള വീഴ്ച ദൈവിക പദ്ധതിയുടെ ഭാഗവുമാണ്. പുറമേ നടക്കുന്ന യാതൊന്നിനും നിങ്ങളുടെ ഉള്ളിലെ ജീവനെ ബാധിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, പുറമേ നടക്കുന്ന ഒന്നിനും നിങ്ങളുടെ ധൈര്യത്തെയും ബലത്തെയും സന്തോഷത്തെയും കെടുത്തുവാനാകില്ല എങ്കിൽ, ഉള്ളിൽ ദൈവിക ജീവനുള്ള ഒരു വിത്താണ് നിങ്ങളെങ്കിൽ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ട്. വിത്തായിരുന്നപ്പോൾ തകർക്കാൻ നോക്കിയ സകലത്തെയും ജയിക്കുവാനുള്ള തിരിച്ചുവരവ്. നിങ്ങളെപ്പോലെ തന്നെ കരുത്തരായ ഒട്ടനവധി പേരെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള തിരിച്ചുവരവ്. ഓർത്തിരിക്കേണ്ടത് ഒന്നു മാത്രം: പുറമേ ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുകയല്ല, മറിച്ച് അകത്ത് ജീവനുണ്ടായിരിക്കണം. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ജീവൻ.